ഇന്നൊരു കമൻ്റ് എനിക്ക് കിട്ടി. ഒരു ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഏതൊരാളെയും മുന്നോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ കമൻ്റ് അയച്ച ചേട്ടന് വളരെയധികം നന്ദി പറയുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എന്ത് മനസ്സിലായി എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനത് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അത് ചിലപ്പോൾ മിക്കവാറും എല്ലാവരും എൻ്റെ വീഡിയോസ് കുറച്ച് കേൾക്കും, പിന്നെ ബാക്കി കേൾക്കണ്ടെന്ന് വിചാരിക്കും. ചിലർ മുഴുവനായിട്ടും കേൾക്കും, ചിലർ പകുതി വരെ കേൾക്കും, ഇങ്ങനെയൊക്കെ. പക്ഷേ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു കമൻറ്റ് ചെയ്യണമെന്ന് തോന്നാറില്ല. കാരണം എന്താ, സമയമില്ല എന്നുള്ളതാണ്. ആ കമൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം അത് ടൈപ്പ് ചെയ്യണമല്ലോ. അങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് കമൻറ്റ് എന്നതിൽ നിന്ന് ഒഴിവാകും. പക്ഷേ എന്ത് മനസ്സിലായി എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ചോദ്യചിഹ്നം കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് ചോദിച്ചാൽ അങ്ങനെ മറുപടി കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചോദ്യചിഹ്നം കൊടുത്തില്ല. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്, അതായത് ചോദ്യചിഹ്നം ഇട്ടിട്ട് നിർത്തത്തുള്ളൂ. ഇപ്പം അത് ചോദിക്കുന്ന രീതിയിലാക്കത്തില്ല. കാരണം മറുപടി കിട്ടത്തില്ലല്ലോ, പിന്നെ ചോദിക്കുന്ന രീതിയിൽ എഴുതിയിട്ട് കാര്യമില്ല. പക്ഷേ ഇന്നെനിക്ക് കറക്റ്റായിട്ടുള്ള മറുപടി തന്നു. അതിനുള്ള മറുപടി എന്നുള്ളത് അതുപോലെ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്. ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി സമീപിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി. കറക്റ്റാണ്. നമ്മൾ എന്ത് കാര്യത്തെയും ഒരു നെഗറ്റീവിലൂടെ കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചിലപ്പം നല്ലൊരു കാര്യമാണെങ്കിൽ പോലും അതിനെ നെഗറ്റീവായിട്ട് മനസ്സിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോഴെന്ത് ചെയ്യും, ആ നെഗറ്റീവ്, നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് കൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ബാധിക്കും. അങ്ങനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ് തുടങ്ങി ഒരുപാട് പേർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് കോമൺ ആണ്. ഒന്നുകിൽ വിജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും, അല്ലേ? പക്ഷേ ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാം. ഒന്നുകിൽ പരാജയം അല്ലെങ്കിൽ വിജയം, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇപ്പം പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതി ആരും പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാതിരിക്കുമോ? അയ്യോ, എൻ്റെ കയ്യിലെ കാശ് പോവും, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം വന്നാൽ എല്ലാം പോത്തില്ലേ, അതുകൊണ്ട് നമുക്ക് ബിസിനസ് വേണ്ട എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കുറേ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ അവരൊക്കെ എന്തായിരിക്കും, ചിലപ്പം അവരുടെയൊക്കെ തുടക്കകാലത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ പറയാൻ ഉണ്ടാകുന്നത് ഒരുപക്ഷെ കഷ്ടപ്പാടിൻ്റെയൊക്കെ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ടാറ്റ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനും പറയാനുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ, അല്ലേ? ഇപ്പം അതുപോലെ അദ്ദേഹം മരിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത്. അതുപോലെ ഓരോരോ കമ്പനികളിലും തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇന്ന് വലിയ വളർച്ചയിലെത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉടമകൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും തന്നെ, ഇപ്പം പുരുഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ബിസിനസ്സിനെ കുറിച്ചും പറയാനുണ്ട് ഒരുപാട്. അപ്പം ഞാൻ മുമ്പൊക്കെ ഉള്ള വീഡിയോസിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് അങ്ങ് വിശദീകരിച്ച് അതൊന്നും പോകുന്നില്ല. എങ്കിലും എന്താണ്, നമ്മൾക്ക് കരുതുകയാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങണം, അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, കുറേയധികം കഷ്ടപ്പാടുകൾ നമുക്ക് നേരിടേണ്ടി വരും. ഇതിന് ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാണ്. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഇതിനൊരു കണ്ടിന്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഞാനിങ്ങനെ, ഞങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കുന്ന കുഞ്ഞുണ്ട്, ഇവിടുത്തെ അച്ഛനുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു ലിക്വിഡുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് സോപ്പിൻ്റെയൊക്കെ ലിക്വിഡാണ്, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡുണ്ടല്ലോ, അതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ചെറിയ ഒരു 500 ml ഒരു ബോട്ടിലാണ്.
എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ എനിക്ക് പൊതുവെ ഈ നാട്ടിൽ ആരെയും അങ്ങനെ പരിചയമില്ല. അപ്പം അച്ഛനും ഉണ്ട്. അപ്പം പറഞ്ഞ് ഞാൻ പുതിയ ഇതാണ്, വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, ഉള്ള കാര്യമാണ്, ഈ വീട്ടിലില്ല. ഞാനിതുവരെ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇനിയും ചിലപ്പോൾ ആവശ്യമായി വരുമായിരിക്കും നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച്. എങ്കിലും ഞാനിതുവരെ വാഷിംഗ് മെഷീനെ കുറിച്ചൊരു ചിന്ത അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ ബക്കറ്റിൽ തുണിയൊക്കെ മുക്കി വെച്ചാലും നന്നായിട്ട് അഴുക്കൊക്കെ പോകും, നല്ല സ്മെല്ലും ഉണ്ട്, സ്മെല്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലേ, അപ്പോൾ അച്ഛനും കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി, ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ മടിച്ചു. കാരണം എത്ര രൂപയായിരിക്കും ഇവരുടെ ഇത് പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡിൻ്റെ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ തന്നെ സോപ്പുമാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ സോപ്പ് പൊടിയും എല്ലാവർക്കും കൈക്ക് പറ്റണമെന്നില്ല. ഞാനപ്പോൾ ഒറ്റ ഒരു ബ്രാൻഡിൻ്റെ വാങ്ങിക്കാറുള്ളൂ. ഇത്തിരി വില കൂടുതലാണെങ്കിലും ഞാനത് തന്നെ വാങ്ങിക്കും. ഒത്തിരി വില കൂടുതൽ, ഒരുപാട് വിലയില്ല, എങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, അത് അവർക്കൊരു പരസ്യമാണല്ലേ, പിന്നെ കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. അതുകൊണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ കൈക്കൊക്കെ ബുദ്ധിമുട്ടും പറഞ്ഞ് എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കും, ഇത് സാമ്പിളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനോടത്ത് ഇത്രയും ഈ 1/2 ലിറ്ററിൻ്റെ സാമ്പിൾ തരിക എന്ന് പറയുമ്പോൾ അവർക്കൊരു നഷ്ടം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അതിൽ നിന്ന് കുറച്ച് എന്തായാലും ഒരു നഷ്ടം, കുറഞ്ഞത് എന്തായാലും 10-15 രൂപയെങ്കിലും അവർക്കതിൽ നഷ്ടമുണ്ടാവും. അപ്പം ഇത് സാമ്പിളാണ്, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്പർ ചോദിച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു. ശരി, ഞാൻ ഇതുവരെ സ്ഥിരം പോകാറുള്ളതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു 1-2 പേരുടെ കാര്യമൊക്കെ പറഞ്ഞു, അവരൊക്കെ അങ്ങ് ഫ്രണ്ട്സാണ്. ഞാൻ ഇതുവഴി പോകുന്നതിന് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും ഞാൻ കൊടുത്തു കഴിഞ്ഞ ദിവസം. പക്ഷേ ഇവിടെ വാതിൽ ഗേറ്റുമൊക്കെ അടഞ്ഞ് കിടന്നുകൊണ്ട് ഇങ്ങോട്ട് കയറാഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പം എൻ്റെ സോപ്പ് പൊടി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എടുത്ത് നോക്കി എങ്ങനെയുണ്ട്. അപ്പം എനിക്ക് ആദ്യം ഭയങ്കരമായിട്ടും ഓവറായിട്ട് സ്മെല്ല് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെയ്തു, ഞാനത് ഉപയോഗിച്ചപ്പം നന്നായിട്ട് അഴുക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് ആകുമ്പോൾ ഫുള്ള് വെള്ളത്തിൽ അലിയുകയാണ്. പക്ഷേ സോപ്പ് പൊടി എന്ന് പറയുമ്പം അത് അലിഞ്ഞ് വരാൻ കുറച്ച് മെനക്കേടാണ്. ചിലതൊക്കെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ച് തുണിയിലൊക്കെ ഇരിക്കും, അത്രയും ഭാഗത്തെ കളറൊക്കെ പോവും, അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെയുണ്ട്. അപ്പം ഇതാകുമ്പോൾ വെള്ളത്തിലോട്ടങ്ങ് ചേർത്ത് അങ്ങ് അലുത്ത് അങ്ങനെ അങ്ങ് ഇതായിട്ട് പോകുമല്ലോ. അപ്പോൾ അതൊരു എളുപ്പ മാർഗ്ഗമാണ്. മറ്റു രീതിയിലാണെങ്കിൽ ഞാനൊക്കെ പിന്നെ സോപ്പ് പൊടി ഇങ്ങനെ പതപ്പിച്ച് കഴിഞ്ഞാൽ താഴെ കുറച്ച് ഇങ്ങനെ വേസ്റ്റ് പോലെ അടിഞ്ഞ് കിടക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എനിക്കതെന്തൊരു ഇറിറ്റേഷനാണ് അങ്ങനെ കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഞാനിപ്പം നേരത്തെ കുറച്ച് വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ട് വെച്ചേക്കും, നന്നായിട്ട് അലുക്കട്ടെ, എന്നിട്ട് തുണിയൊക്കെ മുക്കി വയ്ക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇത് സംഭവം നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. കൈക്കും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പം ചേട്ടനും പറഞ്ഞായിരുന്നു കൈക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കും പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്ര 2ൻ്റെ ഉണ്ട്, 5ൻ്റെ ഉണ്ട്. ഈ ഒരു പിന്നെ അളവിലുള്ള 2 ഇതാണ് ക്യാനിലാണ് ഉള്ളത്. അപ്പം കാർഡൊക്കെ തന്നായിരുന്നു. അപ്പം ഞാനിവിടെ അടുത്തുള്ള 1-2 വീട്ടിൽ അത് ചോദിച്ചു, നിങ്ങളൊക്കെ അപ്പം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, നല്ലതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കും നല്ലതാണ് എന്നൊരഭിപ്രായമുണ്ട്. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കി, അവരോട് പറഞ്ഞ തുകയും നമ്മൾ വാങ്ങിക്കുന്ന സോപ്പ് പൊടിയുടെ വിലയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതാണ് ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സോപ്പ് പൊടിയെക്കാട്ടിലും ഈ ലിക്വിഡ് ആകുമ്പോൾ ഇത്തിരി കൂടുതൽ ഒഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, സോപ്പ് പൊടി കലങ്ങാതിരുന്നാലുണ്ടാകുന്ന നഷ്ടമായിട്ട് നോക്കുമ്പോൾ ഈക്വലായിട്ട് പോവും. പിന്നെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെ, അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിച്ചു. പറഞ്ഞു പൈസ ഇപ്പം വേണ്ട, പിന്നെ വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു.
എങ്കിലും ഞാൻ ഈ മാക്സിമം മിക്കവാറും കാണുമല്ലോ, അപ്പം വരുമ്പം കൊടുക്കുക. എന്തിനൊരു കടം എനിക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും 10 രൂപ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ, പൊതുവേ അങ്ങനെയാണല്ലോ എല്ലാവർക്കും. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ പുള്ളി വന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, കാരണം ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പം സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട് ഈ ക്യാന്. അപ്പം എനിക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി, പക്ഷേ എനിക്കങ്ങ് ഭയങ്കര. അപ്പം തന്നെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, തന്നേക്കാം. ഇല്ല കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പം തന്നാൽ മതി, അല്ലെങ്കിൽ ഇതുവഴി വരുമ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടും വിളിച്ചു, പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തരട്ടേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ അതുവഴി വരാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ അത് തീരുന്നിടം വരെ നോക്കിയിരുന്നിട്ടും വന്നില്ല. തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും വിളിച്ച് ഇതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പുള്ളി ഉണ്ടല്ലോ ഒരു ബുദ്ധിപരമായ ഒരു കാര്യം കാണിച്ചെന്ന് പറഞ്ഞാൽ എത്രൻ്റെ ആണെന്ന് എന്നോട് ചോദിച്ചില്ല, ഞാനൊട്ട് പറയാനും നിന്നില്ല. കാരണം ആദ്യം ഞാൻ വാങ്ങിച്ചത് ഇത്രൻ്റെ ആയിരുന്നു, അപ്പോൾ അത്രയായിരിക്കും. ഈ 5 കിലോയുടെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അത്രേൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ വിചാരിച്ചു. പുള്ളി പക്ഷേ എന്ത് ചെയ്യുന്നറിയോ, പിറ്റേ ദിവസം കൊണ്ടുവന്നത് 5 കിലോയുടെയാണ്. ഞാൻ ആദ്യം 2ൻ്റെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാനിങ്ങനെ അത് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് നോക്കി, ഇത് എത്ര നാൾ ഉപയോഗിക്കുന്നു, എത്ര മാസം എന്നുള്ളതൊക്കെ നോക്കി. അപ്പം പിന്നെ കൊണ്ടുവന്ന 5ൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ വില, അപ്പം ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്തത് ആദ്യം വാങ്ങിച്ചതിൻ്റെതും ഇപ്പം വാങ്ങിക്കുന്ന 2ൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഞാൻ പൈസയൊക്കെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് എന്നൊക്കെ കരുതിയിട്ടാണ് പുള്ളി കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെത്ര, അപ്പം എമൗണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇപ്പം അത്രയും ഇതിൻ്റെയും കൂടെ ഫുള്ള് തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചെറുത് മതിയാകുന്നു. അയ്യോ ഞാൻ വലുതാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം വാങ്ങിച്ചതിൻ്റെ എമൗണ്ടും ചേർത്ത് ഒരു സംഖ്യ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഇത്രയും തരാം, ബാക്കി അവൻ പറഞ്ഞു വേണ്ട. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ആദ്യം വാങ്ങിച്ചതിൻ്റെ മാത്രം തന്നാൽ അത് ഇപ്പോഴത്തത് ഇപ്പം തരണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, 2ൻ്റെയും കൂടെ ചേർത്ത് ഞാനൊരു എമൗണ്ട് തരാം, ബാക്കി കുറച്ച് പൈസയല്ലേ ഉള്ളൂ, അത് പിന്നീട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അങ്ങനെ പോയി. അപ്പോൾ പറഞ്ഞു ക്യാൻ വെച്ചേക്ക്, ഞാൻ തന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അപ്പം നമ്മളിങ്ങനെ അന്ന് ഞാൻ പൈസ അയച്ചത് ഗൂഗിൾ പേ വഴിയാണ്. അപ്പം അവരുടെ പിന്നെ ഇതിൽ എനിക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്തതുകൊണ്ട് വാട്സപ്പ് ഉണ്ട്, അവരുടെ വൈഫിൻ്റെ ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സംരംഭമാണിത്, വൈഫിൻ്റെ. അപ്പോൾ അവരുടെ പേരുമൊക്കെ ഉണ്ട്. അപ്പം ഞാനത് സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം അവരുടെ സ്റ്റാറ്റസ് കണ്ടു. അതായത് അവർ ആ സ്ഥാപനം ഡെവലപ്പായിട്ട് ഒരു ഓഫീസ് പോലെ ഒരു കോംപ്ലക്സിൽ തുടങ്ങി. ഒരു റൂമിൽ ഇങ്ങനെ ഓഫീസും അതിൻ്റെ ഉൽപ്പാദനം അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടൊരു റൂമെടുത്ത് ഉദ്ഘാടനം ഇത്രാം തീയതി ഇത്ര സമയത്തെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ആ നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസിൽ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനിപ്പം ഇത് തീർന്നു വേണമെന്ന് പറയാൻ വിളിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, അപ്പം വരാൻ വേണ്ടിയിട്ട് താമസിക്കും, നാളെ ഇത്ര സമയത്ത് കൊണ്ടു തന്നാൽ മതിയോ. ഇപ്പം നമ്മളോടുള്ള ആ ഇടപഴകുന്ന സംസാരിക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ ഇവരൊക്കെ ആ ഒരു എന്താ പറയുക ബിസിനസ് മൈൻഡ് അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ആ ഒരു ഉയർച്ച വന്നു, അവർ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫലം ഒരു ഓഫീസിൽ എന്നുള്ള രീതിയിലേക്ക് മാറാൻ പറ്റി. അപ്പം ഇതുപോലെ തന്നെ നമ്മളും കുറേയധികം ഇപ്പം അയാളെ സംബന്ധിച്ച് അയാൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കൊടുത്ത്, പിന്നെ ഓരോരുത്തരും വിളിക്കുമ്പം യഥാസമയത്ത് ഇത് കൊണ്ടുവന്ന് കൊടുത്ത് പൈസ ഇങ്ങനെ ഒരു ബാലൻസിങ്ങിലെല്ലാം വാങ്ങിച്ച് എല്ലാം കാൽക്കുലേഷനോടുകൂടി അവർ മുന്നോട്ട് പോയി. അതുകൊണ്ട് അവർക്കത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താണ് അതിലൊരുപാട് പ്രശ്നങ്ങളും വരാം. ചിലരൊക്കെ എന്ത് ചെയ്യും, ആദ്യമേ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കും. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് വേറെ മേഖലയിലേക്ക് പോകും. അവിടെയും ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് തോന്നുമ്പോഴത്തേക്ക് അതും അവിടെ ഇട്ടിട്ട് അടുത്തതിലേക്ക് പോകും. ഇവിടെ ഈ ഏരിയയിൽ ഒരു മനുഷ്യനുണ്ട് അങ്ങനെ. പുള്ളിക്കാരൻ മിക്കവാറും എല്ലാ ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഫ്ലോപ്പായി പോയിട്ട് മൊത്തം ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കുറേ സ്ഥലമൊക്കെ വീടുമൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയില്ല. അപ്പം അങ്ങനെയുണ്ട്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാവുന്ന മേഖലയാണോ എന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ വ്യക്തമായി അറിയാവുന്നവരെക്കുറിച്ച് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കണം, എന്നിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കണം. അപ്പം എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ടും ബാധിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു 4 മാസം, ആ ഒരു ടൈം എത്രയായി, ഇതുവരെ ഞാൻ ആരോടും റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോസിൽ ആദ്യമൊക്കെ പറയത്തേ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സ്വന്തം ചേട്ടനുണ്ട്, ചേട്ടൻ പറഞ്ഞ് നീ ഇങ്ങനെ പറയാതിരിക്കല്, പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ വീഡിയോസിലും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മതി നിർത്ത്, നീ ഇനിയിപ്പം കാര്യത്തെക്കുറിച്ചല്ല, നീ ആദ്യമേ തന്നെ ഇതങ്ങ് പറയുന്നത്, അതുകൊണ്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, നിർത്തി. പിന്നീട് ഇതുവരെയും ഇത്രയും നാളിനുള്ളിൽ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണം എന്നൊന്നും. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ഇങ്ങനെയുള്ള കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ യൂട്യൂബ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചൊരു താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞിനെ കാണണമെന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് ഫോൺ എനിക്ക് പുതിയത് വാങ്ങിച്ചതും എനിക്ക് പഴയത് തന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് ഈ വെറുതെ കുറേ ജീവിതം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോഴാണ് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നും അതിനാണ് എനിക്ക് മനസ്സിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ വായിച്ചും ഒക്കെ അറിയാവുന്നതുകൊണ്ട് മാനസം തുടങ്ങി. പിന്നെ ഞാൻ പഠിച്ച വിഷയം മലയാള സാഹിത്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാനും മറ്റുമായിട്ട് സൗമ്യ മാനസം എന്ന് പറയുന്ന ഒരു ചാനലും തുടങ്ങി. പക്ഷേ ഈ 2 ചാനലിലും ആദ്യം മാനസമാണ് തുടങ്ങിയെങ്കിലും അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് വ്യൂസൊക്കെ കിട്ടി വന്നത് സൗമ്യ മാനസത്തിനായിരുന്നു. നല്ലതായിട്ട് വന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി. പിന്നെ എനിക്ക് 2 ചാനലും കൂടെ പറ്റാത്ത ഒരവസ്ഥയായി. ആ ചാനലിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമായപ്പോൾ എനിക്ക് പിന്നീട് ഫോൺ പുതിയത് വാങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 ചാനലും ഒരുപോലെ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് സമയമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ തൽക്കാലം അതവിടെ സൗമ്യ മാനസത്തെ അങ്ങനെ നിർത്തിക്കൊണ്ട് മാനസം ഒന്ന് ഡെവലപ്പ് ആക്കാം എന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്താലും അതെനിക്ക് ഉപകാരപ്പെടാതെ പോവും. അതിലും ഞാൻ ഇതുപോലെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചിൽ തന്നെ ആദ്യം തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു 6 പേര് സബ്സ്ക്രൈബ് വന്നു ഒരു 2-3 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കപ്പം കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളത്. പക്ഷേ അവരെ തൃപ്തിപ്പെടുത്താൻ പിന്നീട് അങ്ങോട്ട് ഒത്തിരി വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായാലും ഇതൊന്ന് ശരിയാക്കിയിട്ട് അതിൻ്റെ പുറകെ ഞാൻ പോവും. അപ്പോഴേക്കും കുഞ്ഞിച്ചിരി കൂടെയൊക്കെ ആവും, എനിക്ക് സമയം കുറച്ചുകൂടെ കിട്ടും. വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങിലാണിങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ചില ദിവസം ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരാൾ ചിലപ്പം കുറവായിട്ട് കാണിക്കും. 65 ചിലപ്പോൾ ഒരാളിന് കുറവ് 64 കാണും. ചിലപ്പം വ്യൂസിലൊരു കുറവ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വിഷമം തോന്നും, ഇതെന്താ ഇങ്ങനെ പോകുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഓർക്കും, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കൂടെ താഴോട്ട് പോകുന്നല്ലോ, അതെൻ്റെ ഒരു പരാജയമാണ്. ഇങ്ങനെയൊക്കെ എനിക്കൊരു ഫീൽ തോന്നും. ആ നിമിഷം തന്നെ ഞാൻ പറയും എൻ്റെ മനസ്സിനോട്, ഇതെല്ലാം സ്വാഭാവികമാണ്, ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഈ ചാനലിൻ്റെ രീതികളൊക്കെ ഒന്നുമേ അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് പലതും അറിയില്ല. പലതും ഞാൻ വായിച്ചും കേട്ടുമൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ന് കരുതി ഞാൻ പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ മോശം കമൻസുകൾ വന്നു. അപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു മോശമായ കാര്യങ്ങൾ പറയുന്നത് ഒരു ചാനലല്ല. അപ്പം പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചിന്ത വന്നു. അപ്പോഴും ഒന്ന് ഡൗൺ ആയി. പിന്നെ ഞാൻ തന്നെ മനസ്സിലാവും, നീ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ പിന്നെ ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചേ മതിയാവും. തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞേ മതിയാവും. ആ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുന്നു. ചില സമയത്ത് ആളുകൾക്ക് ഒരു ഡൗട്ട്, ഇതെന്താണ് വോയിസ് മാത്രം, ആരെയും കാണാനില്ല, അങ്ങനെ അതിനെക്കുറിച്ച് കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പം ആ കമൻസിന് ഞാനപ്പോൾ മറുപടി കൊടുക്കാറുണ്ട്, തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എനിക്ക്
എൻ്റെ ഒരു ചാനലിൽ എങ്ങനെ പോകണം, അതെപ്പോൾ ഏത് രീതിയിലേക്ക് ഡൈവേർട്ട് ആക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് കരുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോട്ടെ. അപ്പം നമ്മൾ 1-2 ചേട്ടന്മാരൊക്കെ ചോദിച്ചു ഇതിങ്ങനെയാണോ പേടിയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കാര്യം എന്താണ് എൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനം. ഓക്കെ, ഞങ്ങളിനി ഒന്നും പറയില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ച് പിന്നെ എന്താണ് കുക്കിങ്ങിൻ്റെ വീഡിയോ, അപ്പോൾ ഞാനത് ഒരു ഷോർട്സായിട്ട് ഞാൻ മാക്സിമം, അതായത് എനിക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് പാചകം ചെയ്ത് വെച്ചേക്കുന്നത് അതതുപോലെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെപ്പോഴും വേറെ ഒന്നുമില്ല, ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ എന്താണ് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്നത് അതതുപോലെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചോ എടുത്തൊന്നുമില്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അത് ആർക്കും ചെയ്യാവുന്നതുള്ളൂ, എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോയിലൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോകുന്നത്. പക്ഷെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഒരു സമയമുണ്ട് ഇങ്ങനെ ആ നെഗറ്റീവ് വരുന്ന സമയം നമ്മൾ മനസ്സിൽ. കാരണം എനിക്കറിയാവുന്ന 1-2 പേരൊക്കെ ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് നമ്മളെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ, കമൻറ്റ് കാണണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, അവർ ലിങ്ക് അയച്ചു തരും, ഞാൻ ഓക്കെ, അത് ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് വരുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അതുവഴി ഞാൻ പറയാം ഓക്കെ. പിന്നെ എനിക്ക് ആ ഫോൺ കിട്ടിയപ്പോൾ അപ്പം ഞാനും കാണും, വന്നു കഴിഞ്ഞാൽ എന്താണ് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഞാനും കാണാറുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോഴൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിക്കും നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പം പറഞ്ഞു അതൊക്കെ ഒരുപാട് താമസം. പക്ഷെ അവരെല്ലാവരും എന്ത് ചെയ്തു, ആ ഒരു ചാനലിനെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയാണ് ഒരുപാട് പേര്. കുറച്ച് ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റാണ്, എല്ലാത്തിനും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യും. പിന്നീട് എന്താണ്, തങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ആ ഒരു വരുമാനമാണ്, അത് കിട്ടാൻ താമസം വരും എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അവരവരുടേതായിട്ടുള്ള ജോലിയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് അങ്ങനെ ഒന്ന് പോകാനാണെങ്കിൽ പിന്നെ എന്തിനു തുടങ്ങി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ആ ഒരു പരുവത്തിലാക്കി എഡിറ്റ് ചെയ്തൊക്കെ വരുന്നത്. മിക്കവാറും പേരെ കുക്കിംഗ് ചാനലൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു. അപ്പോൾ എളുപ്പം കിട്ടുന്ന എന്തോ ആണെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ്, പക്ഷെ അവരത്രയൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത ഒരു പക്ഷേ സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒന്ന് ചെയ്യുന്നതിലോടും എൻ്റെ ഒരു ഇതിൽ വലിയ ഇത് തോന്നുന്നില്ല. കാരണം എനിക്കിപ്പോൾ അറിയാം എനിക്ക് എത്ര സമയമായി, എത്ര പേര് സബ്സ്ക്രൈബേഴ്സായി, അപ്പോൾ ഇനി എത്ര നാളെടുക്കും, 1 വർഷമെങ്കിലും എടുക്കും അത് ഒരു ഇതിലേക്ക് എത്താൻ. പക്ഷേ ഞാൻ അതുവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം എന്നാണ്. അപ്പം ഇതിലൂടെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേയധികം റിലാക്സ് ആകുന്നുണ്ട്. പിന്നെ കുറേ കമൻറ്റുകൾ വരുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു സ്നേഹവും നമുക്ക് തരുന്ന ഒരു പരിഗണനയൊക്കെ കാണുമ്പോൾ അതിലും നമ്മളുടെ മനസ്സ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ എൻ്റെ ചാനലിൽ വലുതായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കമൻ്റ് അയച്ച ചേട്ടന് ഒരുപാട് നന്ദി വീണ്ടും പറയുകയാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ എന്തിനേയും പോസിറ്റീവ് ആയ ഒരു സമീപിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. നെഗറ്റീവ് ചിന്താഗതികളുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അത് ഉള്ള പോസിറ്റീവിനെ കൂടെ ഇല്ലാണ്ടാക്കി നെഗറ്റീവ് ആക്കി മാറ്റും മുഴുവൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കൂ. ഓക്കെ.